Hi all, magic morning. Magic morning. Okay, എവിടെ ആരെയും കാണാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ മണി സർ, താങ്ക് യു. വീഡിയോ ഓൺ ചെയ്ത് മുന്നോട്ട് വരും കേട്ടോ. പറ്റുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്തിരിക്കാം. ഓക്കെ, ഇന്ന് നമുക്ക് പുതിയൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു ഡിസംബർ മന്തിലെ സെക്കൻഡ് വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. സോ അതിൻ്റെതായ പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ന്യൂ ഇയർ ഒക്കെ ആവാനായിട്ടുണ്ട്, ലൈക്ക് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആവാനായിട്ടുണ്ട്. ഓരോരുത്തർക്കും അതിൻ്റെതായ സെലിബ്രേഷൻസ് കാര്യങ്ങള് എല്ലാവരും അതിനനുസരിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ദെൻ നമുക്ക് ഇന്ന് സെഷൻ എടുക്കാൻ പോകുന്നത് പ്രവീണ മാം ആണ്. അപ്പൊ മാമിനെ കുറിച്ച് കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം ഇതിലുള്ള മെമ്പേഴ്സിന് എല്ലാവർക്കും മാമിനെ അറിയാം. ഇന്നത്തെ മാമിന്റെ ടോപ്പിക് വരുന്നത് മോൾട്ടിംഗ് മാനുവൽ എന്നൊരു ഡിഫറെന്റ് ടോപ്പിക് ആയിട്ടാണ് മാം വന്നിട്ടുള്ളത്. അപ്പൊ അത് എന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, മാം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്താണെന്ന് അറിയണമെങ്കിൽ. സോ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം പ്ലീസ് വെൽക്കം. Good morning. Thank you, Mufida. Thank you so much for this wonderful introduction. Okay. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ നിമിഷം തന്ന നമ്മുടെ പർപ്പസിലേക്ക് നമ്മളെ നയിക്കുന്ന, നമ്മളായിരിക്കാൻ അവസ്ഥയിൽ, ഈ ഒരു അവസ്ഥയിലായിരിക്കാൻ നമുക്ക് അനുമതി നൽകിയ സർവേശ്വരത്തെ പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ച് പേര് അഖിലേക്ക് വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ അഖിലേനോട് തന്നെ നമുക്കൊരു ചോദ്യം ചോദിക്കാം അല്ലെ. നമുക്കൊരു എക്സ്പീരിയൻസ് അത്രേ ചോദിക്കുന്നു. അഖില ഒരു 5 വർഷം മുന്നേ ഉപയോഗിച്ച, അല്ലെങ്കിൽ പോട്ടെ ഒരു 10 വർഷം മുന്നേ ഉപയോഗിച്ച ഡ്രസ്സുകൾ ഇപ്പൊ വീണ്ടും ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. ഇല്ല. എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്? ഒന്നാമത്തെ കാര്യം അത് പാകാവില്ല എന്നുള്ളത് തന്നെ. അതാണ്. അതെ, അത് പാകാവുന്നില്ല. അതുകൊണ്ടാണ് അഖിൽ എന്ത് ചെയ്ത് അത് ഉപേക്ഷിച്ചത് അല്ലെ. നമുക്ക് ചിലപ്പോ നമുക്ക് ശരീരത്തിലൊക്കെ ഒരു മാറ്റം വരുത്തിയാലൊക്കെ ചിലപ്പോ നമുക്കത് പാകമാകുമായിരിക്കും. ഓക്കെ, ചിലപ്പോൾ നമുക്കൊരു നമ്മുടെ വെയിറ്റിന്റെ വ്യത്യാസം, ചിലപ്പോൾ നമ്മൾ ഹൈറ്റ് കൂടിയവരുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് പാകാവാത്ത ഒരു കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, മാറ്റുന്നു. പക്ഷെ പാകാവാത്ത പല കാര്യങ്ങളും അതൊക്കെ വസ്ത്രങ്ങൾ നമ്മൾ ഉപേക്ഷിക്കാറുണ്ടല്ലോ. പക്ഷെ ഒരു 10 വർഷം മുന്നേ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ അപ്പം എടുത്തു പറയും അല്ലെ. 5 വർഷം മുന്നേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. എത്ര പെട്ടെന്ന് നമ്മളത് ഓർത്ത് വെക്കും എന്നുള്ളതാണല്ലേ നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു കാര്യം. അതായത് നമ്മളത് ഹീൽ ചെയ്തിപ്പെട്ടിട്ടില്ല എന്നായിരിക്കാം എന്ന് സൈക്കോളജി പറയുന്നു. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷന്റെ ടോപ്പിക്ക് നിങ്ങൾ കണ്ടതാ, മോൾട്ടിംഗ് മാനുവൽ എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം വല്ലാത്ത അത്ഭുതത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞാനത് മനസ്സിലാക്കിയത്. ഇങ്ങനെയും പ്രകൃതിയിൽ നമുക്കായിട്ട് അറിവുകൾ ഒരുപാട് ഈ സർവേശ്വരൻ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ പറയുന്നത് നമുക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ ചിത്രം കണ്ടപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? അതിലൊരു ചിത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടപ്പോ എന്തെങ്കിലും ഒരു ഐഡിയ ആർക്കെങ്കിലും തോന്നിയോ? യെസ് ഓർ നോ പറയാൻ കേട്ടോ. ചിത്രം ശ്രദ്ധിച്ചിരുന്നോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കൊഞ്ചിന്റെ ചിത്രമല്ലേ? അതെ 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 അതെ, ഒരു കൊഞ്ചിന്റെ ചിത്രമാണ്. അതൊരു കൊഞ്ച് തന്നെയാണ്. ഇത്തിരി വലിപ്പമുണ്ട് അല്ലെ. ചെറിയ ചെമ്മീൻ എന്ന് പറയുന്ന നമുക്ക് കിട്ടുന്ന സാധാരണ പോലത്തെയുള്ള കാര്യങ്ങളല്ല, വലിയൊരു കൊഞ്ചാണ് അതിലിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ കൊഞ്ചിനെ കുറിച്ച്, ആ ലോബ്സ്റ്ററിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് വലിയൊരു കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പൊ ഈ കൊഞ്ചെന്ന് പറയുന്നത് ഏകദേശം അതിന്റെ ഗ്രോത്തിന്റെ ഒരു പ്രോസസ് ആണ് നമ്മുടെ മനുഷ്യന്മാർക്ക് ഒരു പഠന വിധേയമായിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്ന് സൈക്കോളജിസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. ഈ ലോബ്സ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ജീവി അല്ലെങ്കിൽ ഈ ഒരു ആനിമൽ ശരിക്കും പറയാൻ അതിന്റെ ഗ്രോത്തിന്റെ സമയം. അപ്പൊ ആ കേൾക്കുമ്പോൾ നിങ്ങളും മനുഷ്യന്മാരുടെ ആ ഒരു കണക്കിലേക്ക് ഇതൊന്ന് താരതമ്യം ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പൊ ഈ ലോബ്സ്റ്ററിന്റെ വളർച്ചയുടെ സമയത്ത് ഏകദേശം 5 മുതൽ 7 വർഷം വരെ അതിന്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ അത് പല പ്രാവശ്യം അതിന്റെ ഷെല്ല് ഊരിക്കളയും എന്നാണ് പറയുന്നത്. അതായത് അതിന്റെ ആ ഷെല്ല് നമുക്ക് എല്ലാവരും ചെമ്മീൻ അല്ലെങ്കിൽ ലോബ്സ്റ്റർ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ച് എന്ന് പറഞ്ഞാൽ അറിയാം, അതിനൊരു പുറത്തൊരു ഷെല്ല് ഉണ്ടല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഷെല്ലുകളും അല്ലെങ്കിൽ അസ്ഥികളൊക്കെ നമ്മുടെ ഉള്ളിലും പുറത്താണ് നമുക്ക് പ്രശ്നമുള്ളത്.
പക്ഷെ ഈ ലോബ്സ്റ്ററിനും അല്ലെങ്കിൽ കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു ആനിമലിന് അതിന്റെ ഫ്ലഷ് ആ ഷെല്ലിന്റെ ഉള്ളിലാണ്. അപ്പൊ അതിന് 5 മുതൽ 7 വർഷം അതിന്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ അതിനെന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ ഫ്ലഷിന്റെ വലുപ്പം ഇങ്ങനെ കൂടി കൂടി വരും. അത് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അതിങ്ങനെ ഫ്ലഷ് വലിപ്പം കൂടി കൂടി വരും. ഈ ഫ്ലഷ് വലിപ്പം കൂടി കൂടി ഇപ്പൊ നേരത്തെ അഖില പറഞ്ഞു, ഒരു 5 അല്ലെങ്കിൽ 10 വർഷം മുന്നേ ഉള്ള ഡ്രസ്സ് ഞാനിപ്പോ ഉപയോഗിക്കാറില്ല, അത് പാകമാവില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഈ ലോബ്സ്റ്ററും ഈ 5 മുതൽ 7 വർഷം വരെ, അതായത് 20 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഈ ഷെല്ല് മാറ്റിക്കളയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി പ്രോസസ്. അപ്പൊ അതിന്റെ ഫ്ലഷ് ഇങ്ങനെ വളരുന്നതിനനുസരിച്ച് ഈ ലോബ്സ്റ്റർ എന്ത് ചെയ്യുന്ന വെച്ചാൽ തന്നെ ആരും കാണാത്ത റോക്കുകളുടെ അല്ലെങ്കിൽ കല്ലുകളുടെ പാറക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് ഇതിങ്ങനെ ഒളിച്ചു പോകും എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഈ ഫ്ലഷ് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ വളർന്ന് 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 വലുതാവും. അപ്പൊ ഈ വളരുമ്പോ ഈ ഷെല്ല് വളരുന്നില്ല, അത് നല്ല റിജിഡ് ആയിട്ടും സ്ട്രോങ് ആയിട്ടും ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ അതിന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ആണ്, വല്ലാത്തൊരു പ്രഷർ അതിന് ഫീൽ ചെയ്യും. ഈ പ്രഷറിന്റെ സമയത്ത് എന്ത് ചെയ്യുന്നു, എത്രയും പെട്ടെന്ന് ഇതിന്റെ പുറത്ത് കടക്കണം എന്നൊരു തോന്നൽ ഈ ലോബ്സ്റ്ററിന് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ലോബ്സ്റ്റർ എന്ത് ചെയ്യുന്നു, ഈ ഷെല്ലിന്റെ പുറത്ത് കടക്കാൻ വേണ്ടി, കാരണം വല്ലാതെ ഇറുക്കാണ് ആ ഡ്രസ്സ്, ആ ഷെല്ല് വല്ലാതെ ഇറുകി തുടങ്ങി, ഇത് മാറ്റിയേ പറ്റൂ, എന്ത് ചെയ്താലും ഇത് മാറ്റിയില്ലെങ്കിൽ എന്റെ മരണം ഉറപ്പാണ് എന്ന് തോന്നിക്കഴിയുമ്പോൾ ലോബ്സ്റ്റർ എന്ത് ചെയ്യും, പാറക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് അത് പതുക്കെ പതുക്കെ പോകുന്നാണ് പറയുന്നത്. എന്തിനാണ് ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഷെല്ലിന്റെ പുറത്തെത്തിയാൽ ഇതിന് പെട്ടെന്ന് മറ്റുള്ള മീനുകളോ ഒക്കെ വന്ന് പെട്ടെന്ന് ഭക്ഷിക്കും. കാരണം ഷെല്ലില്ല, അപ്പൊ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഷി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അപ്പൊ അതിന് പെട്ടെന്ന് എന്ത് ചെയ്യും, ഇതിന്റെ ശത്രുക്കൾ പെട്ടെന്ന് അതിനെ കൊന്നുകളയും. അപ്പൊ അതിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പാറക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് പോയി പതുക്കെ 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 കുറച്ച് സമയമെടുത്ത് ഈ ഷെല്ല് ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഊരി മാറ്റും എന്നാണ് പറയുന്നത്. അതായത് 5 മുതൽ 7 വയസ്സ് വരെ, 7 വർഷം കൊണ്ട് ഏകദേശം 20 പ്രാവശ്യത്തോളം ഇത്തരത്തിൽ ലോബ്സ്റ്റർ എന്ത് ചെയ്യുന്നു, ഈ ഷെല്ല് ഇങ്ങനെ ഉപേക്ഷിക്കുന്നുണ്ട്. വളരുന്നതിനനുസരിച്ച് തന്റെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, തന്റെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിന്നും ഫ്രീ ആകാൻ വേണ്ടി, അവിടെ വളരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഷെല്ലിനെ ഇങ്ങനെ ഉപേക്ഷിച്ച് പുതിയ ഷെല്ല് ഉണ്ടാക്കുന്നവർ. അപ്പൊ ഈ ഷെൽ ഫോർമേഷന്റെ സമയത്ത് അത് അതിന്റെ ഷെല്ലുകളെ പോലും ഭക്ഷിക്കാറുണ്ട്. ഷെല്ല് എന്ന് പറയുമ്പോൾ ഊരിക്കളഞ്ഞ മൊത്തം ഭക്ഷിക്കും എന്നല്ല, അതിന് എവിടേക്കാണോ ഭക്ഷിക്കാൻ പറ്റുന്നത് ആ ഭക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആ ഷെല്ലിൽ നിന്ന് അതിനാവശ്യമായ മിനറൽസും ഒക്കെ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം ഷെല്ലിൽ മിനറൽസ് കൂടുതലാണ്. അപ്പൊ അതിനാവശ്യമായ മിനറൽസ് ഒക്കെ ഇതിൽ നിന്ന് സ്വന്തം ഷെല്ലിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുന്നു എന്നർത്ഥം. അതായത് ഈ ലോബ്സ്റ്ററിന്റെ ജീവിതവും നമ്മുടെ മനുഷ്യന്മാരുടെ ജീവിതവും കൂടി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ കാലഘട്ടത്തിലും ഏകദേശം സ്വാമി വിവേകാനന്ദൻ പോലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു 7 വർഷം വരെ നിങ്ങളുടെ കുഞ്ഞിനെ എനിക്ക് നൽകൂ, പിന്നെ നിങ്ങൾ അതിനെ ആ കുഞ്ഞിനെ എവിടെ കൊണ്ടിട്ട് ഏത് ചളിയിൽ കൊണ്ടിട്ടാലും ആ ചളിയൊന്നും ആ കുഞ്ഞിന് മേൽ പടരില്ല എന്നാണ് പറയുന്നത്. അതായത് ഈ ലോബ്സ്റ്ററിന്റെ ജീവിതം ഒന്ന് നോക്കൂ, 5 മുതൽ 7 വയസ്സ് വരെ, 7 വർഷം വരെ 20 പ്രാവശ്യത്തോളം തന്റെ ഷെല്ല് അൺകംഫർട്ടബിൾ ആയിരിക്കുമ്പോൾ, പ്രഷർ കടന്നു പോകുന്ന അവസ്ഥയിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, തന്റെ ശരീരത്തിൽ നിന്നും തള്ളി അടർത്തി മാറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോ, ഒരു അസുഖം വരുമ്പോ, ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ അൺകംഫർട്ടബിൾ ആണ്, ആൻഷ്യസ് ആണ്, സ്ട്രെസ്ഡ് ആണ്, വളരെയധികം പ്രഷർ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. പലർക്കും പല രീതിയിലാണ്. പക്ഷെ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അതുവരെ ജീവിച്ച ജീവിത രീതിയിൽ നിന്നും ആ ഷെല്ലിൽ നിന്നും നമ്മൾ പുറത്തു വരാറുണ്ടോ എന്നാണ് സൈക്കോളജിസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത്. അതല്ലെങ്കിൽ ആ ഷെല്ലിൽ തന്നെ ഒതുങ്ങി കൂടുമ്പോൾ നിങ്ങൾ ഏത് തരത്തിലുള്ള പ്രശ്നമാണ് അനുഭവിക്കുന്നതെന്ന് ഒന്ന് തിരിഞ്ഞ് നോക്കേണ്ടതുണ്ട് എന്ന് പറയും. ഇവിടെ ഈ ലോബ്സ്റ്റർ ചെയ്യുന്നത് പോലും തന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് ആവശ്യമായ മിനറൽസ് എന്ത് ചെയ്യുന്നു, ഈ സ്വന്തം ഉപയോഗിച്ച ഷെല്ലിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ട്, അത് ഭക്ഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ്സും
വളരെ ബുദ്ധിമുട്ടുള്ള പ്രഷറുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ പുറത്തു കടക്കാൻ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് എന്ത് പാഠമാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ അത് പഠിക്കാൻ നമ്മൾ എത്രത്തോളം സമയമെടുക്കുന്നു, എന്ത് പഠിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് സൈക്കോളജി ചോദിക്കുന്നത്. ഒരു പക്ഷെ പ്രപഞ്ചത്തിൽ ഇത്രയും ഭംഗിയുള്ള അറിവുകൾ ഇരിക്കുമ്പോൾ നമ്മുടെ മനുഷ്യർ ഇതൊന്നും മനസ്സിലാക്കാതെ പലപ്പോഴും വരുന്ന സിറ്റുവേഷനെ കുറ്റപ്പെടുത്തി അതിനെ കംപ്ലൈന്റ് പറഞ്ഞ് അതിനെ സ്വീകരിക്കാതെ ആ ഷെല്ലിൽ നിന്ന് പുറത്തു കിടക്കാതെ, ആ പുറത്തു കടന്നാൽ തന്നെ അതിൽ നിന്ന് ഒരു പാഠവും ഉൾക്കൊള്ളാതെ വീണ്ടും അത്തരം ഓപ്പർച്യൂണിറ്റീസ് ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുന്നു എന്നാണ് പറയുന്നത്. ഒരു പക്ഷെ നമുക്കറിയാം ഈ അവസരങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും ചിന്തിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ പ്രശ്നങ്ങളായിരിക്കും. അത് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, കുട്ടികളുടെ പഠന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവും, ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ ഓരോ പ്രശ്നങ്ങളും വരുന്ന സമയത്ത് ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ ഇപ്പൊ ഞാൻ അൺകംഫർട്ടബിൾ ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രഷറിൽ നിന്ന് പുറത്തു കടക്കാൻ ഇപ്പൊ അണിഞ്ഞിരിക്കുന്ന ആ ഷെല്ല് ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാവാറുണ്ടോ എന്നൊരു ചോദ്യം നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം വന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ കടന്നു പോകുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ എന്തോ ഒരു പാകപ്പിഴ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ഷെല്ലിൽ നിന്നും പുറത്തു കടന്നെങ്കിൽ മാത്രമേ ഈ ഒരു സിറ്റുവേഷനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് വളരാനാകൂ എന്ന ഒരു അറിവ് നമ്മുടെ മുന്നിലേക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ പഠിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു അസുഖത്തിന്റെ രൂപത്തിലായിരിക്കും, ഒരു തലവേദന പോലും നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഞാൻ അതിനെ മാനേജ് ചെയ്യുന്നത്? ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ, ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ഞാൻ ആ ഷെല്ലിൽ നിന്ന്, അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഷെല്ലിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാം? നമ്മൾ തിരിച്ചാണ് ചെയ്യുന്നത്. ആ വന്ന സിറ്റുവേഷനെ കൂടുതൽ കംപ്ലൈന്റ് പറയും. എനിക്കിത് സംഭവിക്കേണ്ടിയിരുന്നു, ഞാൻ നന്നായി മെഡിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്, നന്നായി എക്സസൈസ് ചെയ്യുന്ന വ്യക്തിയാണ്, നല്ല ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയാണ്, എന്നിട്ട് പോലും എനിക്കിത് വന്നല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അവിടെയും സയൻസ് പറയുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഇന്നൊരു അസുഖം വരുന്നത് അത് ഇന്നലെ കഴിച്ച ഭക്ഷണത്തിൽ നിന്നോ, ഇന്നലെ ഉണ്ടായ സ്ട്രെസ്സിൽ നിന്നോ, അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോ ഇന്നലെ ഉണ്ടായ നമ്മുടെ ചിന്താഗതിയിൽ നിന്നുമല്ല. വർഷങ്ങളോളം നമ്മുടെ ഭക്ഷണങ്ങളിൽ വന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ അതിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തിയ എന്തെല്ലാമോ വിഷപദാർത്ഥങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ കൊണ്ട് ഒരുപാട് വർഷങ്ങളായി നമ്മൾ കൂട്ടിവെച്ച കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ അവസരങ്ങൾ വരുമ്പോ അതിന്റെ ഫലമാണ് നമ്മളൊരു 10-15 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ തിരിഞ്ഞു നോക്കാം. അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു അവസരത്തിൽ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രം: ഈ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന്, ഈ ഒരു ചട്ടക്കൂടിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരണം? ഈ പുറത്തു വന്നാൽ മാത്രം പോരാ, ഇനി അത് ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ഞാൻ എന്ത് പാഠമാണ് അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് എന്നുകൂടി അറിയേണ്ടിയിരിക്കുന്നു. ആദ്യം ചെയ്യേണ്ടത്, ഇപ്പൊ ഞാൻ അൺകംഫർട്ടബിൾ ആണ്, ഞാൻ ഒരുപാട് പ്രഷർ അനുഭവിക്കുന്നുണ്ട്, ഈ പ്രശ്നം എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന റിയലൈസേഷനിലേക്ക് വരിക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം പലപ്പോഴും എന്ത് വരുമ്പോ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു പെട്ടെന്ന് അത് സ്വാഭാവികമാണ്. കാരണം നമ്മൾ 5 മുതൽ 7 വർഷം വരെ, ആ വയസ്സ് വരെ എങ്ങനെയാണോ നമ്മൾ വളർത്തപ്പെട്ടത് അതിന്റെ ഒരു ഇമ്പാക്ട് നമ്മുടെ മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതിൽ ചില മോഡിഫിക്കേഷൻസ് വരുത്താൻ മാത്രമേ നമുക്ക് പറ്റൂ എന്നാണ് സയൻസ് പോലും പറയുന്നത്. കാരണം നമ്മൾ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ചിന്തയെയും ഒക്കെ വളർത്തിക്കൊണ്ട് വന്നത്. അതിൽ നിന്ന് പെട്ടെന്ന് ഒരു മാറ്റം ഒരു മെഡിറ്റേഷനിലൂടെ ഒന്നും സാധ്യമല്ല. അതിൽ ചില മോഡിഫിക്കേഷൻസ് വരുത്താം. പുതിയ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊക്കെ നമ്മളൊന്ന് ഡൗൺ ആവാം, നമുക്ക് വിഷമം വരാം, നമുക്ക് സങ്കടം വരാം, നമുക്ക് വേദന തോന്നാം, നമുക്ക് കരച്ചിൽ വരാം, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യാം. അത് നാച്ചുറൽ ആണെന്ന് സയൻസ് പറയുന്നു. കാരണം നമ്മൾ വളർത്തപ്പെട്ടത് അങ്ങനെയാണ്. നമ്മൾ അങ്ങനെ ഒരു ചട്ടത്തിലല്ല നമ്മളൊന്നും വളർന്നിട്ടുള്ളത്. ഇതൊക്കെ സംഭവിക്കേണ്ടതാണെന്ന് ആരും പറഞ്ഞു തന്നിട്ടില്ല. ഒന്ന് വീണപ്പോ, നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിട്ട് പലപ്പോഴും പറയുന്നുണ്ട്, ഇന്ന് വീണപ്പോ ചുമരിനെ അടിച്ചപ്പോ നമ്മൾ ചിന്തിക്കുന്നത് ചുമരാണ് അതിന് കാരണം, അവിടെ കിടക്കുന്നത് ഒരു ബെഞ്ചാണ് കാരണം, അവിടെ കിടന്ന ഒരു കസേരയാണ് കാരണം. ഇതെന്ന് പറഞ്ഞ് പഠിച്ച നമ്മൾ
എന്ത് വരുമ്പോഴും ചിന്തിക്കുന്നത് ആ വ്യക്തിയാണ് കാരണം, ആ സാഹചര്യമാണ് കാരണം എന്ന ചിന്താഗതിയിലേക്കാണ്. ഇതിൽ നിന്ന് ഞാൻ അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം ചിന്തകൾ തോന്നാം, അതൊരു തെറ്റല്ല. പക്ഷെ തോന്നുന്ന സമയത്ത് അതിനെ പെട്ടെന്നത് തിരിച്ചറിയുക, റിയാലിറ്റിയിലേക്ക് വരിക എന്നുള്ളതാണ്. ഈ മെഡിറ്റേഷൻ കൊണ്ടായാലും നമ്മൾ അത് നേടുന്ന അറിവ് കൊണ്ടായാലും നമ്മളെ മുന്നോട്ട് വളർത്തുന്നത്. ഇറ്റ്സ് നാച്ചുറൽ. യെസ്, എനിക്കത് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, എനിക്ക് വേദന തോന്നുന്നു, അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് സമയം കൊടുത്ത്. ഇവിടെ ലോബ്സ്റ്റർ ചെയ്യുന്നതും അതാണ്. തന്റെ ഫ്ലഷി ആയിട്ടുള്ള മെറ്റീരിയൽ വളർന്നു തുടങ്ങുമ്പോൾ വല്ലാത്ത അൺകംഫർട്ടബിൾ ഫീലിംഗ് ആണ്. അപ്പൊ സ്വയം ആരും കാണാതെ ഒരു പാറക്കൂട്ടത്തിന്റെ ഇടയിലേക്ക്, ആരും കാണാതെ ഒരു സുരക്ഷാ കവചം ഒരുക്കി അതിന്റെ ഉള്ളിലേക്ക് അങ്ങ് പോവാണ്. അവിടെ ഇരുന്ന് തന്റെ ഷെല്ല് ഉപേക്ഷിച്ച് പുതിയ ഷെല്ല് ഫോം ചെയ്യുന്നത് വരെ സമാധാനത്തോടെ, ശാന്തതയോടുകൂടി, വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. നൂഞ്ചി എന്ന് പറയുന്ന കൊറിയൻ സിദ്ധാന്തത്തിൽ പോലും പറയുന്ന ഒരു പ്രിൻസിപ്പിൾ കൂടി നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഒരു ബോണസ് എന്ന രീതിയിലും കൂടി ഷെയർ ചെയ്യാം. അതിൽ പ്രിൻസിപ്പിൾ നമ്പർ 2 പറയുന്നത് ഇതാണ്: നമുക്ക് ചില സമയങ്ങളിൽ ആവശ്യമായ ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് വേണ്ടി വരും. അതായത്, ഞാൻ ഇതിനെ എങ്ങനെ മറികടക്കും, ഇതിന്റെ സൊല്യൂഷൻ എന്താണ്, ഇത് നമ്മൾ പെട്ടെന്ന് കിട്ടണം എന്ന വാശിയിലാണ് പലപ്പോഴും, ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്ന വാശിയിലാണ് പലപ്പോഴും. പക്ഷേ അവിടെ പറയുന്നത് ഇത്ര മാത്രം: നിങ്ങൾക്ക് ആവശ്യമുള്ള ഉത്തരങ്ങൾക്കായി ചോദ്യങ്ങൾ ചോദിച്ച് ശാന്തതയോടുകൂടി ഇവിടെ ലോബ്സ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെ സുരക്ഷയിലേക്ക് കൊണ്ടുപോകാനായി സമയമെടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച് ക്ഷമയോടുകൂടി സൈലന്റ് ആയിട്ടിരിക്കുക. അതിന്റെ ഉത്തരം നിങ്ങളെ തേടി വരും. ചോദിക്കേണ്ടത് ഇത്ര മാത്രം: ഇപ്പൊ കടന്നു പോകുന്ന, എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഈ വിഷയത്തിന് എന്ത് സൊല്യൂഷനാണ് എനിക്ക് ലഭിക്കുക? ഇതിനൊരു സൊല്യൂഷൻ എനിക്ക് കൂടിയേ പറ്റും. ഒരു പക്ഷെ അതൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, അതൊരു സാഹചര്യത്തിന്റെ രൂപത്തിലായിരിക്കും. അത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു, ഒബ്സർവ് ചെയ്യേണ്ടിയിരിക്കുന്നു. മായ എഞ്ചിലോ പറയുന്ന ഒരു കാര്യം കൂടി ഷെയർ ചെയ്ത് തരാം. അവര് പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ചുറ്റും ഒബ്വിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും, നമ്മുടെ ലോകത്തിന് ചുറ്റും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ആരും തിരിച്ചറിയുന്നില്ല, അതിനെ ഒബ്സർവ് ചെയ്യുന്നില്ല. അതിനൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ, അതിന് വ്യക്തതയോടുകൂടി ഒന്ന് കണ്ടു നോക്കൂ. അതിൽ നിന്നും നമുക്ക് വേണ്ട ഉത്തരങ്ങൾ നമുക്ക് ലഭ്യമായിരിക്കും. ഒരു പക്ഷേ നമുക്കൊരു പ്രശ്നം വരുന്നുണ്ട് എന്നിരിക്കട്ടെ, അതിന് മുന്നേ തന്നെ പ്രപഞ്ചം അതിന്റെ സൊല്യൂഷൻ പോലും നിങ്ങളുടെ മുന്നിലേക്ക് വാതിൽ പോലെ തുറന്നിട്ടിട്ടുണ്ടാവും. അപ്പൊ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇനിയും ഇനിയും നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷൻ അതിന്റെ മുന്നിൽ, നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് പ്രപഞ്ചം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ വ്യക്തിയെയും സാഹചര്യത്തെയും കണ്ണ് തുറന്ന്, കാത് തുറന്ന്, പഞ്ചേന്ദ്രിയങ്ങൾ തുറന്ന് ശ്രദ്ധിക്കുക. എന്തിനാണ് ഈ വ്യക്തി എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്? ചിലപ്പം ഒരു വസ്ത്രത്തിന്റെ രൂപത്തിലായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വസ്ത്രം അവരണിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ അവർ പറയുന്ന വാക്കിലൂടെ നാളെ നമുക്ക് ആവശ്യമായ ഒരു സൊല്യൂഷനിലേക്ക് വഴി തുറന്നു വിട്ടിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള ചില ഒബ്സർവേഷൻസ് ജീവിതത്തിലെ പ്രയാസങ്ങളെ നേരിടാൻ നമുക്ക് സാധിക്കും. ഒരു ലോബ്സ്റ്ററിനെ പോലെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടും പ്രഷറൈസ് ആയിട്ടും ഫീൽ ചെയ്യുമ്പോൾ അത് താങ്ങാനുള്ള ശക്തിയും എനിക്ക് പ്രപഞ്ചം നൽകിയിട്ടുണ്ടെന്ന് തിരിച്ചറിയുക. അതിനാവശ്യമായ വ്യക്തികളും സാഹചര്യങ്ങളും എന്റെ മുന്നിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ഓർക്കുക. അത് തിരിച്ചറിയുക, ഒബ്സർവ് ചെയ്യുക. നമ്മൾ ഒരുപാട് പുസ്തകങ്ങളുടെ പിന്നിൽ ഒന്നും ഓടി നടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചുറ്റും നമുക്ക് അതിന് അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ച് നന്നായി ഒബ്സർവ് ചെയ്യുക, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക. ഇന്ന് ഒരു വ്യക്തി പറഞ്ഞ ഒരു കാര്യം നാളെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഒരു സൊല്യൂഷൻ ആയിരിക്കാം. ഇന്ന് ഒരു സാഹചര്യം നമ്മൾ കണ്ടപ്പോ നമുക്ക് അതിൽ നിന്ന് ഒരു അറിവ് കിട്ടിയേക്കാം. ഒരു പക്ഷെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ന്യൂസ് പേപ്പറുകളിലൊക്കെ കണ്ടതാണ്, ഒരു കാറിൽ മാക്സിമം 7 പേര് അല്ലെങ്കിൽ 6 പേർക്ക് യാത്ര ചെയ്യുന്നിടത്ത് ആലപ്പുഴയിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഒരു കാറിൽ 11 പേരാണ് യാത്ര ചെയ്തത്. ഇതിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളേണ്ട ഒരു പാഠമുണ്ട്. നമ്മൾ പോകേണ്ടതുണ്ടോ, അങ്ങനെ നമ്മൾ യാത്ര ചെയ്യേണ്ടതുണ്ടോ എന്ന്. അത് നമുക്കൊരു അറിവായിട്ട് നമ്മുടെ മുന്നിൽ തുറന്നു തരുമ്പോൾ അത് ഉൾക്കൊള്ളുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് നമുക്കൊരു പാഠമാണ്.
നാളെ നമ്മൾ ഇത് ചെയ്യേണ്ടതുണ്ടോ? നമ്മുടെ കുടുംബത്തിലുള്ള കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. 11 പേരാണ് വണ്ടിയിൽ യാത്ര ചെയ്തത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഇത്രയും പേര് മരണത്തിന് പോലും കീഴടങ്ങേണ്ടി വന്നത്. ഇതൊരു അറിവാണ്. എന്തിന്? നമ്മുടെ നാളത്തെ നമ്മളിത് വായിക്കാതെ പോയെന്ന് വിചാരിക്കുക, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും. ചില സമയത്ത് നമ്മൾ പേപ്പർ നോക്കാത്ത അവസ്ഥയിലുണ്ട്. അത് പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല. പക്ഷെ അവിചാരിതമായിട്ട് ചില ദിവസങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ചില സമയങ്ങളിൽ പേപ്പർ നോക്കുമ്പോൾ അത് നമ്മളിലേക്ക് ഒരു അറിവായിട്ട് കടന്നു വരും. പക്ഷെ അത് അവിടെ എന്തുകൊണ്ട് ഞാനിത് കണ്ടു എന്ന് തിരിച്ചറിയുക, ഒന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. അത് കാണാനുള്ള ഒരു കാരണമുണ്ട്, അത് കേൾക്കാനുള്ള ഒരു കാരണമുണ്ട്. അത് തിരിച്ചറിയുക, അതിനെ സ്വീകരിക്കണം. വരിക, വീണ്ടും വീണ്ടും പ്രശ്നങ്ങളെ സ്വീകരിക്കുക. അത് കടന്നു പോകാനുള്ള ശക്തി നിങ്ങൾക്കായി പ്രപഞ്ചം എപ്പോഴും ഒരുക്കിയിട്ടുണ്ടെന്ന് ഓർക്കുക. ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാം. എന്തായാലും ഈ ലോബ്സ്റ്റർ പഠിപ്പിച്ചു തരുന്ന പാഠം കണ്ടപ്പോൾ എനിക്ക് വളരെ അത്ഭുതമാണ് തോന്നിയത്. 5 മുതൽ 7 വയസ്സ് വരെ മനുഷ്യരുടെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. 5 മുതൽ 7 വയസ്സ് വരെ ഒരു കുഞ്ഞ് എങ്ങനെ വളരുന്നു, പിന്നെ അവന്റെ കാലഘട്ടം അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഈ 5 മുതൽ 7 വർഷം വരെയാണ് ഈ ലോബ്സ്റ്റർ 20ഓളം തവണ തന്റെ ഷെല്ല് മാറ്റുന്നത്. അഡൽറ്റ് എത്തിക്കഴിഞ്ഞാൽ വൺസ് ഇൻ എ ഇയർ മാത്രമേ അത് നടക്കുന്നുള്ളൂ എന്നാണ് പഠനങ്ങൾ. നോക്കൂ, ഒരു അഡൽറ്റ് എത്തിക്കഴിഞ്ഞാൽ വൺസ് ഇൻ എ ഇയർ ആണ്. 7 വയസ്സ് വരെ 20 പ്രാവശ്യത്തോളം അത് മാറ്റുമ്പോൾ അഡൽറ്റ് എന്ന ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ അത് ഒരു വർഷത്തിൽ ഒരു തവണ മാത്രമേ അതങ്ങനെ മാറേണ്ടതുള്ളൂ. കാരണം അതിന്റെ വളർച്ച കുറഞ്ഞു 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 തുടങ്ങി. പിന്നെ ഇതെങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് മാറുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ ഏജിനെ ഡിപ്പെൻഡ് ചെയ്യും, അതിന് കിട്ടുന്ന ഭക്ഷണത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, അതിന് കിട്ടുന്ന സാഹചര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ചില നാടുകളിലെ ലോബ്സ്റ്റർ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഭയങ്കര വലുപ്പമായിരിക്കും. അപ്പൊ അതിന്റെ സാഹചര്യം അതിന് അത്തരത്തിലാണ് അതിനെ വളരാൻ പ്രേരിപ്പിക്കുന്നത്. ഇതേപോലെ നമുക്ക് ചുറ്റുമുള്ള സാഹചര്യം നമുക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കി തരുന്നുണ്ട് എന്നുള്ളത് കൂടി ഓർക്കുക. അതുകൊണ്ട് തന്നെ വരുന്ന സാഹചര്യങ്ങളെ നമ്മൾ പ്രയാസത്തോട് കൂടിയിട്ടാണെങ്കിലും സ്വീകരിക്കാൻ ആദ്യം തയ്യാറെടുക്കുക. അത് അടുത്ത വളർച്ചയ്ക്കായി നമ്മളെ ഒരുക്കുന്നു എന്ന് തീർച്ചയാക്കുക. കാരണം ഇതെല്ലാം നമ്മെ വളർച്ചയിലേക്ക് കൊണ്ടുപോകുന്നു. ഹോപ്പനപ്പോനോല് പറയുന്നത് പോലെ നമ്മെ വളരാനുള്ള അവസരങ്ങളായി അതിനെ കാണുക, സ്വീകരിക്കുക. ഈ ലോബ്സ്റ്റർ തിയറി കുട്ടികൾക്കും നിങ്ങൾക്കറിയുന്നവർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം മനുഷ്യരുമായി ഈ മൃഗങ്ങൾക്കും ആനിമൽസും ബന്ധമുണ്ട്. അവിടെയും അവർ വളരുന്നുണ്ട്, അവിടെയും അവർ പ്രഷറും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനും ഫീൽ ചെയ്യുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട് എന്ന് തിരിച്ചറിയുക. നമുക്ക് എല്ലാവർക്കും ചുറ്റുമുള്ള പ്രകൃതിയിൽ നിന്ന് പഠിക്കാൻ ഏറെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഒരു നിമിഷം കൂടിയായിരുന്നു ഞാൻ ഈ അറിവ് നേടിയപ്പോൾ. എന്തായാലും നമുക്കും ലോബ്സ്റ്ററിനെ പോലെ അൺകംഫർട്ടബിൾ ആയിട്ടും പ്രഷറൈസ്ഡ് ആയിട്ടുള്ള അവസരങ്ങൾ വരാം. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് അടുത്തൊരു വളർച്ചയിലേക്ക് പ്രപഞ്ചം എന്നെ കൊണ്ടുപോകാനുള്ള ഒരു അവസരമാണെന്ന് മനസ്സിലാക്കി ശാന്തതയോടുകൂടി സമാധാനത്തോടുകൂടി പൂർണ്ണമായ പ്രപഞ്ചത്തിലുള്ള വിശ്വാസത്തോടു കൂടി കടന്നു പോകാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് I bless you all, I thank you all, and I love you all. Good day. ഓക്കെ, താങ്ക് യു പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു അല്ലെ. അപ്പൊ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇവർ പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. സോ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ആരാ ഫസ്റ്റ് ഫീഡ്ബാക്ക് പറയാൻ വരുന്നേ? ഹായ് മാം. ഹായ് മാം, കേൾക്കുന്നില്ലേ? ആ, നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു മാം. നമ്മള് വിചാരിക്കാത്ത കുറെ കാര്യങ്ങളാണ്. അതായത് നമ്മള് ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ നേരിട്ട് അങ്ങ് വന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഈ പറയുമല്ലോ, നമ്മളെ ശക്തനാക്കാനായിട്ടാണ് പ്രയാസങ്ങളും നമുക്ക് ദൈവം തരുന്നതാണ്. ഇപ്പം അത് മാറി ചിന്തിച്ചു തുടങ്ങി. ദൈവം ഒരു പ്രയാസം തരുമെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒരു വഴിയും ദൈവം തന്നെ തരും എന്നൊരു വിശ്വാസത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം തരുന്നതെല്ലാം അത് ഒരറ്റത്തൂടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, നമ്മൾ നമ്മുടെ കാര്യം ചെയ്തോണ്ടേയിരിക്കും എന്നുള്ളൊരു ലെവലിലോട്ട് മാറിയിട്ടുണ്ട് കാര്യങ്ങൾ. താങ്ക് യു മാം. കേട്ടോ, അഖിലയും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അത് തിരിച്ചറിയുക എന്ന് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അത് ഈ ലോബ്സ്റ്റർ ചെയ്യുന്നത് പോലെ ചിലപ്പോൾ നമുക്കൊരു മുറിയിൽ പോയി അടച്ചിരുന്ന് സമാധാനത്തോടു കൂടി ഇരിക്കുമ്പോൾ
നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കിയാലോ, അത് സൊല്യൂഷനായിട്ട് ഒറ്റയടിക്ക് വരും എന്നൊന്നും പറയുന്നില്ല. ഇങ്ങനെയാണ് എന്റെ മനസ്സിൽ എങ്ങനെയാണ് തോന്നുന്നു നോക്കട്ടെ, അതൊന്ന് ശ്രമിച്ചു നോക്കൂ, അടുത്ത പടിയിലേക്ക് കയറാൻ പറ്റും എന്നാണ് എന്റെ ഒരു വിശ്വാസം. താങ്ക് യു അഖില. ഓക്കെ, താങ്ക് യു അഖില മാം, താങ്ക് യു സോ മച്ച്. ഇനി ആരാണ്? ഞാൻ പേര് വിളിക്കണോ? ഫീഡ്ബാക്ക് പറയാൻ റെഡി ആയിട്ടുള്ളവര് പെട്ടെന്ന് പെട്ടെന്ന് മുന്നോട്ട് വരിക. ആരില്ലെങ്കിൽ ഞാൻ പേര് വിളിക്കും. ഹായ് പ്രവീണ മാം, മാജിക് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. സത്യം പറഞ്ഞ എന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്ത് പ്രയാസങ്ങൾ വന്നാലും എന്ത് വന്നാലും ഞാൻ ടെൻഷൻ അടിക്കാറില്ല. ഇപ്പൊ ബിമേജിക്കിൽ വന്നതിന് ശേഷം അങ്ങനെ എടുത്തു പറയണം. കാരണം അതിന്റെ മുന്നേ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വരുമ്പോഴേക്ക് ഇരുന്ന് കരയും, അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ട് ഇങ്ങനെ ഭയങ്കര സങ്കടവും ദേഷ്യമൊക്കെ വന്നിരുന്നു. ആ ഒരു സിറ്റുവേഷൻ കഴിയുന്നത് വരെ അങ്ങനെയായിരിക്കും. പക്ഷെ ബിമേജിക്കിൽ വന്നതിന് ശേഷം നമുക്ക് മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കാര്യവും ചെയ്യും. അപ്പൊ നമ്മളെ മനസ്സിലൊരു സമാധാനം, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എനിക്ക് എന്തായാലും കിട്ടും എന്നുള്ളൊരു സമാധാനത്തിലിരിക്കും ഞാൻ. അതുകൊണ്ട് എനിക്കിപ്പൊ ടെൻഷൻ ഇല്ല. പക്ഷെ എന്ത് വന്നാലും നമുക്ക് അതിന് വേണ്ട വഴികൾ ദൈവം നമുക്ക് തുറന്നത് സത്യം തന്നെ. നമ്മൾ പല വഴിയും ശ്രമിക്കും നമ്മൾ ശ്രമിക്കാതിരുന്നാൽ നമുക്ക് ഒന്നും നടക്കില്ല. അപ്പൊ നമ്മൾ ശ്രമിക്കും. പക്ഷെ എന്തായാലും ലാസ്റ്റ് ആ സൊല്യൂഷൻ കിട്ടും ചെയ്യും, ആ കാര്യം സോൾവ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് ടെൻഷൻ ഇല്ല. അപ്പൊ എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. സിദ്ധുവൻ പറഞ്ഞിട്ടുണ്ടോ ടെൻഷനൊന്നുമില്ല? ഓക്കെ, അതൊരു വലിയ കാര്യമാണ് അങ്ങനെ പറയാൻ പറ്റുന്നത് പോലും. പക്ഷെ എനിക്ക് പലപ്പോഴും ടെൻഷൻ തോന്നാറുണ്ട് കേട്ടോ. പെട്ടെന്ന്, കാരണം നമ്മൾ വളർന്ന ഒരു അവസ്ഥയുടെ ഒരു ഇത് വെച്ചിട്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ടെൻഷൻ ഫീലർ ഇപ്പോഴും പെട്ടെന്ന് ഓക്കെ, ഇനിയിപ്പോ എന്താണ് ചെയ്യാൻ നോക്കാം എന്നൊരു ടെൻഷൻ തീർച്ചയായിട്ടും പറ്റുന്ന ആ മൊമെന്റിൽ തോന്നാറുണ്ട്. ഓക്കെ, താങ്ക് യു സിന്ധു മാം, താങ്ക് യു സോ മച്ച്. മാം, എനിക്ക് ടെൻഷൻ തോന്നാറുണ്ട്, പക്ഷെ ഞാൻ അത് മുഖത്ത് കാണിക്കാറില്ല. അപ്പൊ കാണുന്നവര് എനിക്കൊരു ടെൻഷൻ ഇല്ല. എന്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു, പുള്ളി പറയായിരുന്നു നിനക്ക് മാത്രം ഒരു ടെൻഷനും ഇല്ലല്ലോ. എനിക്ക് ടെൻഷൻ ഇല്ലാത്തതാണ് പുള്ളിയുടെ ടെൻഷൻ. എന്തുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ വന്നിട്ട് ഞാനിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ട് ഒന്നിനെ കുറിച്ച് ആലോചിക്കണ്ടല്ലോ, നിനക്കൊരു ടെൻഷനും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പുള്ളി ദേഷ്യപ്പെടുമായിരുന്നു. നമ്മൾ കാണിച്ചുകൊണ്ട് പരിഹാരം ഉണ്ടാവില്ലല്ലോ, നമ്മളതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടല്ലേ കാര്യമുള്ളൂ എന്നാണ് എന്റെ മനസ്സിൽ. പക്ഷെ കാണുന്നവർക്ക് അങ്ങനെ തോന്നൂല. അതിപ്പോ നമ്മളെ തെറ്റല്ലല്ലോ, അല്ലേ? അതാണ് സമൂഹത്തിന്റെ പ്രശ്നം. ടെൻഷൻ, ഇനിയിപ്പോ സങ്കടപ്പെട്ടിരുന്നത് എനിക്ക് എപ്പോഴും സങ്കടമാണെന്ന് പറയും, ദേഷ്യപ്പെട്ടിരുന്നാൽ എനിക്ക് എപ്പോഴും ദേഷ്യം, ഇതൊന്നും കാണിച്ചില്ലെങ്കിൽ അതൊരു പ്രശ്നമാണല്ലേ. ഓക്കെ, ഇനി ആരാണോ പറയാൻ റെഡി ആയിട്ടുള്ളവരും പറയാം കേട്ടോ. ഇനി പേര് വിളിക്കണോ നിങ്ങളെ? ഹലോ, മാജിക് മോർണിംഗ്. ഓക്കെ, മണി സർ. നല്ലൊരു കമ്പാരിസൺ ആയിരുന്നു ഞാൻ. നമുക്ക് ജീവിതത്തിൽ വളരാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. നമ്മൾ എന്ത് പ്രശ്നം വരികയാണെങ്കിലും അത് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളും കൂടിയായിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് അത് തിരിച്ചറിയാനും അതിനു വേണ്ടി പ്രവർത്തിക്കാനും പറ്റിയാൽ നമ്മൾ വിജയിച്ചു. അപ്പം ഇത്രയും നല്ലൊരു കമ്പാരിസൺ, പ്രത്യേകിച്ച് കടലിന്റെ അടിയിൽ നിന്ന് ആ പാറക്കെട്ടുകളിൽ നിന്ന് ഈ ലോബ് സ്റ്റാറിനെ നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ എത്തിച്ചതിന് വളരെയധികം നന്ദി പറയാണ്. കാരണം സൂപ്പർ എക്സാമ്പിൾ ആണത്. ഇത്രയും നല്ല മനോഹരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യമാണ് പല ജീവികളും പല പ്രകൃതിയിൽ പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കാനും നമ്മൾ ചിന്തിപ്പിക്കാനും ഉതകുന്ന രീതിയിലാണ് ഉള്ളത്. പക്ഷെ നമ്മൾ അതിൽ എത്തിപ്പെടണമെന്ന് വെച്ചാൽ ഒരു ഗൈഡൻസ് ചിലപ്പം ആവശ്യം വന്നില്ല. അതാണ് ഇന്ന് കിട്ടിയത്. ഇത്രയും മനോഹരമായ ഒരു എക്സാമ്പിളിലൂടെ നമ്മളെ പ്രശ്നങ്ങളും കാര്യങ്ങളും വരുമ്പോൾ അതിൽ നിന്ന് പുറത്തു കടക്കാനും, അതുപോലെ ആ ഒരു പ്രത്യേകിച്ച് ആ ഡ്രസ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എന്നെ മനസ്സിലായി. അപ്പൊ അത് കറക്റ്റായിട്ട് നമ്മളെ മുന്നിലേക്ക് സംഭവങ്ങളെ മനസ്സിലാക്കാനും അതിൽ നിന്ന് മറികടക്കാനും തിരിച്ചറിയാനും അതിനെ ഒബ്സർവ് ചെയ്യാനുള്ള ആ ഒരു മനസ്ഥിതിയിലേക്ക് എത്തിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു.
എനിക്ക് മനസ്സിലായി. സത്യം പറയാൻ ഞാനിത് കേട്ടപ്പോ ഇതിനെ കുറിച്ച് അറിഞ്ഞപ്പോ ഒരുപാട് അത്ഭുതത്തോട് കൂടിയിട്ടാണ് അത് കണ്ടത്. നമ്മൾ പലപ്പോഴും പറയുന്നത് എന്താ, ഓ പക്ഷികളാണെങ്കിലൊക്കെ എന്ത് സുഖാണല്ലേ, അവർക്ക് ഇങ്ങനെ പറന്ന് നടക്കാം, അവർക്ക് ഒരു ടെൻഷനും ഇല്ല. അവർക്കും ഉണ്ട് അവരുടെ ജീവിതത്തിൽ, ആ ആനിമൽസിനും അവരുടേതായ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ പറയുന്നതാണ് ഒരു പൂച്ചയായാൽ മതിയായിരുന്നു, ഒരു പട്ടിയായ ഒരു ഡോഗ് ആയാൽ മതിയായിരുന്നു, ഒരു പിന്നെ പക്ഷിയായാൽ മതിയായിരുന്നു, എന്തൊരു സുഖമാണല്ലേ പറന്ന് ഇങ്ങനെ നടക്കാം, ഒരു ടെൻഷനും ഇല്ല. പക്ഷെ അവർക്കും അവരുടെ ജീവിതത്തിൽ അവർ കടന്നു പോകുന്ന പല അവസ്ഥകളും ഉണ്ട്. അവരും അത് കടന്നു പോകുന്നുണ്ട്. ഫിനിക്സ് പക്ഷിനെ പറ്റി പറയാറുണ്ട് അങ്ങനെ. ഓക്കെ. കഴുകനെ ഓക്കെ കുറിച്ച് നമ്മൾ കഴുകിനെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? അത് ചേർന്ന് പിന്നെ നഖങ്ങളെ എന്താക്കി ഉയരങ്ങളിലേക്ക് പോയിട്ട് അതിന് പറക്കാൻ പറ്റില്ല. അതിന്റെ ഈ ചിറകിന് കനം കൂടുന്നാ പറയുന്നത്. കുറെ പ്രായമാകുമ്പോൾ അതായത് ഏജ് കൂടുന്നതിനനുസരിച്ച്. അപ്പൊ അത് കളയാൻ വേണ്ടിയിട്ട്, ആ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അത് ഉയരങ്ങളിലേക്ക് പോകുന്നു. സ്വന്തം ഇത് ശരീരത്തിൽ നിന്ന് അത് പറിച്ചു കളയുന്നു എന്നൊക്കെയാണ് പറയുന്നത്, പഠനങ്ങൾ അതെ പറയുന്നത്. അത്തരം സ്ട്രെസ്സിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അത് എന്റെ കണ്ണിൽ പെട്ടതും ഈ ഒരു അറിവ് എനിക്കത് കിട്ടിയതും അത് ഷെയർ ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് ഒരുപാട് സന്തോഷം. യൂണിവേഴ്സിന് നന്ദി പറയാണ്. കാരണം അത് എനിക്കും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. നമുക്കും ഉണ്ട് അത്തരം കാര്യങ്ങൾ. സൈലന്റ് ആയിട്ടിരിക്കുക, പേഷ്യന്റ് ആയിട്ടിരിക്കുക, സമാധാനത്തോടു കൂടി ഇരിക്കുക. അതിന് സമയമെടുക്കും. ആ സമയത്തിന് വേണ്ടി, ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കുക. താങ്ക് യു മനസ്സിൽ. ഓക്കെ, താങ്ക് യു മണി സർ. ബിസിൻ മാം. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. പോസ്റ്ററിൽ 2 കൊഞ്ചുകളെ കണ്ടു ഞാൻ. അതെയോ? ഗ്രേറ്റ്. അതെ, ഒരേ കളറിൽ 2 പിക്ചർ. ഓക്കെ. അപ്പോ ഇന്നത്തെ ഇതില് ഞാനും ഇതേ അവസ്ഥയിലാണ്. എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ഇതിലാണ്. അപ്പം ഈ സമയം കടന്നു പോകും എന്നുള്ളൊരു ചൊല്ലില്ല, ഇതും കടന്നു പോകും. അപ്പോ ഞാനും വെയിറ്റിംഗിലാണ്. എന്തായാലും നല്ലൊരു സെക്ഷൻ, ഒരു റിലാക്സേഷൻ സെക്ഷൻ ആയിരുന്നു എനിക്ക്. അപ്പോ എന്തായാലും സന്തോഷം. ഇതേ ഉള്ളൂ, ഈ സമയം നമ്മൾ താണ്ടും. അതന്നെ. താങ്ക് യു മാം. എന്തായാലും താങ്ക് യു ബിൻസി മാം. എന്തായാലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തായാലും നമുക്ക് നന്മയുള്ള കാര്യങ്ങളായിട്ട് ഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു മാം. മാജിക് മോർണിംഗ് മാം. നല്ലൊരു സെക്ഷൻ ആയിരുന്നു. ഗുഡ് മോർണിംഗ്. നല്ലൊരു സെക്ഷൻ ആയിരുന്നു. ഞാനാണെങ്കിൽ എന്ത് കാര്യം വന്നാലും പെട്ടെന്ന് ടെൻഷൻ ആവണ ഒരാളാണ്. പിന്നെ ആ വിഷയം കഴിയുന്നത് വരെ എൻ്റെ ഉള്ളിൽ ഭയങ്കര വേറെ ഒന്നിലേക്ക് ശ്രദ്ധ പോവില്ല, അതിൽ തന്നെ ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പോൾ അതിനൊരു വലിയൊരു സൊല്യൂഷനായിരുന്നു ഈ ക്ലാസ് എന്ന് പറയുന്നത്. അതിനെങ്ങനെ മറികടക്കും, അതുപോലെ തന്നെ അത് നമ്മുടെ ചുറ്റുപാടുകളെയൊക്കെ ശരിയാണ്, ശരിക്കും നമ്മുടെ സറൗണ്ടിങ്സിൽ തന്നെ നോക്കുമ്പോഴത്തേക്ക് മാം പറഞ്ഞപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. എനിക്ക് കുളിക്കണം. മോളെ എനിക്ക് ക്ലാസ് പോണ പല്ല്. അപ്പോഴത്തേക്ക് ആ ഒരു നമ്മുടെ ചുറ്റുപാടും തന്നെ ഉണ്ടാവുമായിരുന്നു. സാർ മാം ഇപ്പം പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ശരിയായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ചുറ്റും. അന്നൊരു വ്യക്തിയായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാഹചര്യങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് വന്നു, അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാനുണ്ടായിരുന്നു എന്നുള്ളത് ശരിക്കും ഇപ്പോഴും മാം ഈ ക്ലാസ് എനിക്ക് കേട്ടപ്പോഴാണ് മനസ്സിലായത്. താങ്ക് യു മാം. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. വെൽക്കം ഷൈനി. ഷൈനി പറഞ്ഞത് തീർച്ചയായിട്ടും നമുക്കൊക്കെ ടെൻഷൻ തോന്നും. എനിക്കാണെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ടെൻഷൻ, എന്തായിരിക്കും ഈശ്വരാ, എനിക്കിപ്പോ എന്താ ചെയ്യാം എന്ന ചോദ്യം വരും. അപ്പൊ പലപ്പോഴും നമ്മുടെ മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു നമുക്കൊരു സൊല്യൂഷൻ കിട്ടാതെ വരുന്ന അവസ്ഥയിൽ നമ്മുടെ പ്രശ്നം എന്താണോ അതൊന്ന് എഴുതി വെക്കുക. പകുതി അവിടെ സോൾവ് ചെയ്ത് കിട്ടും എന്നാണ് സൈക്കോളജി പറയുന്നത്. സ്പിരിച്വൽ സൈക്കോളജി പറയുന്നത് അങ്ങനെയാണ്. നമ്മുടെ ഇപ്പൊ കടന്നു പോകുന്ന അവസ്ഥ ഇതാണെന്ന് പറഞ്ഞ് നമ്മളൊന്ന് എഴുതുക, എന്നിട്ട് അത് പൂർണ്ണമായിട്ടും പ്രപഞ്ചത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കുക. എന്നിട്ടൊരു പ്രാർത്ഥന പോലും ഞാൻ പലപ്പോഴും ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: ഐ നോ ദ സിറ്റുവേഷൻ ഈസ് ഓൾറെഡി സോൾവ്. താങ്ക് യു മൈ ഡിയർ ഗോഡ്. ഉറങ്ങുന്നതിന്റെ മുന്നേ നമ്മൾ ഒരു പക്ഷെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും ഒരു ചിന്തയോ എന്തെങ്കിലും ഒരു ടെൻഷനോ നമുക്കുണ്ടെങ്കിൽ അത് പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: താങ്ക് യു മൈ ഡിയർ ഗോഡ്, ഐ നോ ഇറ്റ് ഈസ് ഓൾറെഡി സോൾവ്. അത് സോൾവ് ചെയ്യപ്പെട്ടു, പരിഹരിക്കപ്പെട്ടു എന്ന് എനിക്ക് ഉറപ്പാണ്. താങ്ക് യു എന്ന് പറഞ്ഞ് നമ്മൾ ഉറക്കത്തിലേക്ക് പോവുക എന്ന് പറയാറുണ്ട്. എന്തായാലും അതൊക്കെ ഒന്നുകൂടി കൂട്ടിച്ചേർക്കാനുള്ള ഒരു അവസരം കൂടിയായി. താങ്ക് യു ഷൈനി. താങ്ക് യു സോ മച്ച്.
Thank you, ma'am. Thank you, Shaini ma'am. Thank you so much. Vincent sir. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാ. അതെയോ? ഓക്കെ, സോറി സർ. ഓക്കെ ഓക്കെ. ജൂബി മാം ഓക്കെ ആണോ? ഗുഡ് മോർണിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു. എന്തായാലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്നാണ് മാം പറഞ്ഞു തന്നത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരുടെയും ലൈഫിൽ അത് നമുക്ക് വ്യക്തമായിട്ട് കാണാറുണ്ട്. കുറെ സമയമൊക്കെ നമ്മളൊരു പ്രോബ്ലം വരുമ്പോൾ അതിനെക്കുറിച്ച് സ്ട്രഗിൾ ചെയ്ത് ചിന്തിച്ച് അതിനു വേണ്ടിയിട്ട് കുറെ സമയമൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി ദിവസങ്ങളോളം സ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ എന്തായാലും എപ്പോഴെങ്കിലും അതിനൊരു സൊല്യൂഷൻ വരും. പക്ഷെ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് ആ സൊല്യൂഷൻ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജൂബി, താങ്ക് യു സോ മച്ച്. അതെ, അതിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം. ജൂബി കൂട്ടിച്ചേർത്തതാണ്. ഇതിന് സൊല്യൂഷൻ ഉണ്ട്, അത് എന്നെ തേടി തന്നെ വരും എന്നൊരു വിശ്വാസം ഉറപ്പിക്കുക എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. വിശ്വസിക്കുമ്പോഴാണല്ലോ അത് നടക്കുന്നത്. താങ്ക് യു സോ മച്ച് ആ ഒരു പോയിന്റ് കൂട്ടിച്ചേർത്ത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ജൂബി മാം. സവിത മാം. പ്രവീണ മാം, താങ്ക് യു. ഹലോ, പറഞ്ഞോളൂ. പ്രവീണ മാം, ലാസ്റ്റ് ഒരു പറഞ്ഞില്ല, നമുക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സോൾവ് ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞില്ല. അത് ഞാൻ ഒരു പ്രാവശ്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും കൂടി ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ? ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ എന്ത് തന്നെ ആയിരിക്കാം. അപ്പൊ നമുക്കന്ന് രാത്രി ആകുമ്പോൾ ഇത് എവിടെയാണ് പ്രശ്നം വരുന്നത്? നമുക്ക് ഉറങ്ങുന്നതിന്റെ മുന്നെയാണ് ഈ ചിന്തകളെല്ലാം നമ്മുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നത്. കാരണം ആ സമയത്ത് നമ്മൾ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് അയ്യോ നാളെ ഇന്നൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എനിക്കിപ്പോ ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്കിപ്പോ വല്ലാത്ത ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊരു പ്രശ്നം വരുമ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. അത് ഒരു പേപ്പറിൽ നമുക്ക് ആരും കാണിക്കാനില്ല, നമ്മുടെ ഒരു സ്വകാര്യതയിലുള്ള ഒരു പുസ്തകത്തിലേക്ക് അത് എഴുതുക. ഇപ്പൊ ഞാൻ കടന്നു പോകുന്ന അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതാണ്, എന്നിട്ട് അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ചോദിച്ചാൽ ഇത്ര മാത്രം: ഐ നോ ദിസ് ഇഷ്യൂ ഈസ് ഓൾറെഡി സോൾവ്. ഞാൻ ഇപ്പൊ കടന്നു പോകുന്ന ഈ അവസ്ഥ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് എനിക്ക് ഉറപ്പാണ്. താങ്ക് യു മൈ ഡിയർ യൂണിവേഴ്സ്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയിൽ നിങ്ങൾ ആ പേര് കൂട്ടി വിളിക്കാം, എന്നിട്ട് പറയുക ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് എനിക്ക് ഉറപ്പാണ്, താങ്ക് യു എന്ന് പറഞ്ഞ് പൂർണ്ണ വിശ്വാസത്തോടു കൂടി സമാധാനത്തോടു കൂടി ഉറങ്ങുക. എന്നിട്ട് രാവിലെ നേരത്തെ അതിന് സൊല്യൂഷൻ ആയോ എന്ന് പറഞ്ഞ് തെരഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അതിങ്ങനെ അത് വന്നു എന്ന് ചെരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല. അത് വന്നോളും, നമ്മുടെ മനസ്സിലേക്ക് അത് വന്നോളും തീർച്ചയാണ്. അപ്പൊ അതിനായി സമയം കൊടുക്കുക, കാത്തിരിക്കുക. സെക്കൻഡ് മാം, ഐ നോ ദിസ് ഇഷ്യൂ നിങ്ങൾ മലയാളം ദിസ് ഇഷ്യൂ ഈസ് ഓൾറെഡി സോൾവ്. താങ്ക് യു. ഈ അതായത് നമുക്ക് മലയാളത്തിൽ വേണം, നമ്മുടെ ഒരു കംഫർട്ടബിൾ വേണമെങ്കിൽ ഞാനിപ്പോ കടന്നു പോകുന്നതാണെങ്കിൽ ഈ പ്രശ്നത്തിന് ഇത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് എനിക്ക് ഉറപ്പാണ്. താങ്ക് യു മൈ ഡിയർ ഗോഡ്. വെൽക്കം. അപ്പൊ അതിലൊരു വിശ്വാസം, ജൂബി പറഞ്ഞതുപോലെ ആ വിശ്വാസം കൂടി കൂട്ടിച്ചേർക്കുമ്പോഴേ അത് കൃത്യമായിട്ടുള്ള ഒരു കണ്ടന്റിലേക്ക് അത് മാറുള്ളൂ. അതും കൂടി കൂട്ടിച്ചേർക്കും. താങ്ക് യു സവിത മാം. താങ്ക് യു സോ മച്ച് പ്രവീണ മാം. അപ്പോ നമുക്ക് ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ഫീഡ്ബാക്ക് പറയാൻ ആരുമില്ല, എല്ലാവരും ഷെയർ ചെയ്ത് കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇനി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, എന്നാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ പ്രവീണ മാം? ഓക്കെ. അപ്പൊ ഇന്നത്തെ ഈ ഒരു മൾട്ടി മാനുവൽ എന്നുള്ള ഒരു ടോപ്പിക് എടുത്തിട്ടുള്ള പ്രവീണ മാമിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്കും ഷെയർ ചെയ്തവർ വിമാജിക് മെമ്പേഴ്സിനും എല്ലാവർക്കും once again thank you all. Thank you so much. Then have a nice day. Bye all. Thank you, ma'am. Thank you, ma'am. Thank you all. Thank you, ma'am. Thank you. Thank you, ma'am. Thank you all.